വടക്കൻ ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 2 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരുന്നു. ഈ വാർത്തയുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ ബിബി? തീർച്ചയായിട്ടും SKN ഈ വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേലി സേന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ ഗസയിൽ ഇസ്രായേലി സേന ഹമാസിൻ്റെ നേതാക്കളെ തെരഞ്ഞു ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനിടയിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായിട്ടുള്ള 2 പാലസ്തീനികളാണ്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനെതിരെ അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധം വന്നിട്ടുണ്ട്. ഹമാസിനെ തെരഞ്ഞുപിടിക്കുന്നതിനിടയിലാണ് 2 പേർ കൊല്ലപ്പെട്ടതെന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് SKN. അതിനിടയിൽ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതീവ രൂക്ഷമായിട്ട് വരുന്നുണ്ട്. ഇറാൻ്റെ സൈന്യാധിപൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഈ ഭീഷണിയും മുന്നറിയിപ്പും തുടർന്നാൽ തിരിച്ചടിക്കാൻ മടിക്കില്ല എന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന പേരിൽ ഒരാളെ ഈ മണിക്കൂറുകളിൽ ഇറാൻ തൂക്കിക്കൊന്നു എന്ന വാർത്ത കൂടി വരുന്നു. കഴിഞ്ഞ 2025 അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്ന 1500 പേരെ വിചാരണ ചെയ്യാതെ തൂക്കിക്കൊന്നു എന്നാണ്. പ്രധാനമായിട്ട് ഈ മക്സാമിനി കേസിൽ പ്രക്ഷോഭം നടത്തിയ ആൾക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചതെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇറാൻ കുറച്ചും കൂടിയും ത്രട്ടനിങ് ആയിട്ട് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ സജ്ജമായിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനുമായിട്ടുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ SKN യുക്രൈനിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഉക്രൈന് സുരക്ഷാ പിന്തുണ നൽകിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് യുക്രൈൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും തയ്യാറായിരിക്കുന്നു. അമേരിക്ക അത് സംബന്ധിച്ച് കൊടുക്കാമെന്നും കൊടുക്കില്ലെന്നും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രിട്ടനും ഫ്രാൻസിനും ഇതിന് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.